ഉമ്മാക്ക് പായസം കിട്ടിയല്ലേ ഇതാണ് രണ്ടുമ്മമാര്. അപ്പോൾ ഇതാ നമ്മൾ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പം അരീക്കോടൊക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ. നമ്മളെ ഇൻസ്റ്റഗ്രാം 25 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കയറിയതാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ചെറിയൊരു കുഞ്ഞ് കേക്കും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മയും ഹസ്ബൻഡും അരീക്കോട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മളൊരു കുഞ്ഞ് മിനി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും വേണം. ഒരാഴ്ച മുന്നേ നമുക്ക് 20 ഫോളോവേഴ്സ് ആയിരുന്നു. പെട്ടെന്നാണ് 5 ഫോളോവേഴ്സ് കയറിയിട്ടുള്ളത്. ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങളും നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ഞാനതിൻ്റെ നെയിം ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഹസൂദ അവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മദ ഷോളൊക്കെ ഇടാണ്. അപ്പോൾ നമ്മൾ പോവാണ്. അസോ ഈ പോരുന്നില്ല? സുന്ദരിയാണല്ലോ ഉമ്മ. അപ്പൊ ഇത് രണ്ട് എൻ്റെ ഉമ്മമാരാട്ടോ. എല്ലാവരും ചോദിക്കുന്നതാണ് ഉമ്മ എവിടെ, ഉമ്മ എവിടെ. അപ്പൊ ഇത് രണ്ടുമാണ് എൻ്റെ ഉമ്മ അല്ലേ ഉമ്മ? എൻ്റെ ഉമ്മ വെച്ച രണ്ടാളും ആണ്. രണ്ടാൾക്കും കുറവായി. ഇത് ഈ ഉമ്മാന്റെ പേര് ബുഷ്ര, ഈ ഉമ്മാന്റെ പേര് റുക്കിയ. അപ്പൊ രണ്ടാളും യോയോ. ഇതാണ് രണ്ടുമ്മമാര്, ഉമ്മ ഉമ്മ ഉമ്മ. അപ്പോൾ നമ്മളെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചാൽ വലിയ കേക്കൊന്നുമില്ല, ചെറിയ മിനി കേക്കാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരിതിൽ പിന്നെ അതിന് മാത്രമല്ല ഞങ്ങൾ വന്നേ. വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഉമ്മ നമുക്ക് അരീക്കോടൊക്കെ പോവാ. എന്നും വീട്ടിലിരിക്കുമ്പോൾ ഒരു ഇതാണല്ലോ അമ്മ. എപ്പോഴെങ്കിലൊക്കെ ലൈഫിൽ ഒരു സന്തോഷം അല്ലേ ആവാം. അപ്പോഴല്ലേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ അരീക്കോടൊക്കെ വന്നിട്ട് ഒരു വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഒന്ന് കറങ്ങി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോകാനിച്ചിട്ട് വന്നാൽ അപ്പോഴാണ് നമ്മൾക്കൊരു കേക്ക് കൂടി മുറിക്കാന്നുള്ളൊരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കേക്കൊക്കെ അവിടെ ജസ്റ്റ് ഓർഡർ ചെയ്ത് വേഗം അവർ സെറ്റ് ചെയ്ത് തന്നു. നമുക്ക് ചെറിയ മിനി കേക്ക് മുറിച്ചൊരു ചെറിയൊരു ആഗ്രഹം. ഫൈനലി നമ്മളൊരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് 25 ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി വരുന്നതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ വേണ്ടി അമ്മ? എന്തേ വേണം? എന്തേ വാങ്ങി തരണോ? എനിക്കിപ്പോൾ വേണ്ട. അസു വേഗം കഴിച്ചു തുടങ്ങി വായൽ. ഇതും മീണ്ട നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി ഇത് എൻ്റെ അനിയനെ കൊടുക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതാണ്. കേട്ടോ നമ്മൾ പിന്നെ പോന്നപ്പോൾ കറിയിട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ പാർസൽ വാങ്ങി പോകുന്നതാണ്. ഇവിടെ എത്തിയിട്ട് സമാധാനത്തിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഷവർമ വാങ്ങിച്ചു വന്നു. ഹസൂട്ടിക്ക് ഇതാ അവന് ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ. എന്താ അത്? ഫെററോഷൻ ഹാർഡ് ഷേപ്പ്. പസൂന് ഇഷ്ടമാണ് ഫെററോഷൻ. പക്ഷേ ഇത് വേറൊരു ബ്രാൻഡാണ്. നല്ല രസമുണ്ട്. ഹാർഡ് ഷേപ്പിലാണ് അല്ലേ? വാവ്, നല്ല രസമുള്ളൊരു
ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ബോക്സിൽ 2 എന്തോ ഈ മിഠായി രസല്ലേ? സന്തോഷായോ? ഒന്ന് കഴിച്ചാൽ മതി, ഒന്ന് പിന്നെ കേട്ടോ, ഒന്ന് ഫുഡ് കഴിച്ചിട്ട്. അതെന്താ പറ്റുപറ്റി? ഉമ്മച്ചി വാങ്ങി തന്നാരിച്ച്. പിന്നെ നമ്മൾ ഒരു ചപ്പാത്തി, റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇതാ ഷവർമ്മ, അത് ഇക്കൊക്കെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി ചൂടാറാതെ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോക്സിൽ കൊണ്ടുവെക്കട്ടെ. ഞങ്ങളിതാ ഈവനിങ് നമ്മളെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെമ്പാറമ്പക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഈവനിങ് വീട്ടിലിരിക്കുന്നതായിട്ട് ഡ്രസ്സ് എവിടെയെങ്കിലുമൊക്കെ പോയി സംസാരിച്ചിരിക്കുന്നതായിരിക്കില്ല ബെറ്റർ. വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിക്കില്ലേ. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡിനോട് സ്കൂളൊക്കെ പോയ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഈവനിങ് നമുക്ക് ചെമ്പാറമ്പ് പോകണമെന്ന്. അപ്പോൾ ആൾ മറന്നിട്ടില്ല. വന്ന ഉടനെ ചോദിച്ചാൽ നമുക്ക് ഇന്ന് ചെമ്പാറമ്പ് പോകണ്ടേന്നാണ് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ഉമ്മാനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി രസമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടുന്ന് നേരെ മുകളിലാണ് നമ്മൾ ആ ഒരു പറമ്പുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഊഞ്ഞാല ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് നല്ലൊരു വ്യൂവിലാണ് കേട്ടോ. ഇവിടെയാണ് കെട്ടിയിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് ഉണ്ടല്ലോ നല്ലൊരു വ്യൂ, താഴോട്ട് ഒരുപാട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 ഉമ്മാരുള്ള വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഉമ്മാരുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസും പിന്നെ നമ്മളിങ്ങോട്ട് ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. കാരണം പല വീഡിയോയിലും എസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക, അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറുന്നതാണ്. ഈവനിങ് ഇവിടെ ഭയങ്കര രസമാട്ടോ. നമ്മൾ വീടിൻ്റെ നേരെ മുകളിൽ തന്നെയാണ്. ഇവിടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം ചെമ്പാറമ്പ്. അപ്പം നമ്മളിപ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ അവിടെ ഒരു ഉപ്പിലിട്ടൊക്കെ ഉണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ തലക്കിൽ നമ്മളെ ഫുട്ബോൾ കളി ഉണ്ട്, അതുകൊണ്ട് അവിടെ ഒരുപാട് ചേട്ടന്മാരെ കടകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഇക്കാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അമ്മ. ഉമ്മാക്ക് ഉപ്പിലിട്ടപ്പോൾ പേടിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉപ്പിലിടാത്തുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചൂടുണ്ടോ? പായസം കിട്ടിയല്ലേ? നിങ്ങൾ കുറേ ദിവസമായി പായസം? ആ ഞങ്ങൾ നടന്നു അന്ന് കണ്ടിരുത്തില്ല. ഓള് എക്സസൈസ് അറിഞ്ഞാട്ടേ ചിലപ്പോ കരിയപ്പ എന്നോട് കയറാൻ എളുപ്പമാണ്. രസമുണ്ടോ പായസം? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അരി എടുക്കണോണ്ടല്ല മക്കൾക്ക് കട്ടൻ കാപ്പിയാണ്. പായസം കേടെടുത്തല്ലേ എന്തെങ്കിലും പണിയായിട്ട് എടുക്കും. വെറുതെ ഇടങ്ങേറാ. ഒന്ന് 2 എണ്ണം വേണ്ട പോലെ ഇവന്. അപ്പോൾ ഞാനൊരു ആംപ്ലേറ്റും അതുപോലെ തന്നെ ചുക്കാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒന്ന് നീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങി കഴിക്കുള്ളൂ. അപ്പോൾ ഈ ഇക്കാൻ്റെ അടുത്ത് നല്ല നീറ്റായിട്ടുള്ള ഫുഡൊക്കെയാണ്. അപ്പോൾ നമ്മളിത് അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും വൈബൊക്കെ അടിച്ച് നമ്മൾ വീട്ടിൽ എത്ര ഇനി പുൾസയോ അല്ലെ ആംപ്ലേറ്റും ഉണ്ടാക്കി നമുക്കത് ഇഷ്ടമാവില്ല. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിക്കുമ്പോൾ ഒരു വേറെ വൈബല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ കഴിച്ചു. അപ്പോൾ നമ്മളിതാ ഇവിടെ പായസമുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ നമ്മൾ കുറേ ദിവസം മുന്നേ വരുമ്പോൾ തന്നെ ഇക്കാൻ്റെ അടുത്ത് പായസം ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്നാണ് കേട്ടോ പായസമുള്ള കാര്യം കണ്ടത്. അപ്പോൾ ഒന്നും നോക്കില്ല, ഉമ്മ അതാ 2-3 ഗ്ലാസ്സൊക്കെ പായസം വാങ്ങി കുടിച്ചു. കാരണം ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മാക്കല്ല എനിക്കും പായസം ഇഷ്ടമാണ്. അപ്പോൾ 2 ഇക്കാന്മാരുടെ അടുത്തു നിന്നാണ് നമ്മൾ പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഇക്കാൻ്റെ അടുത്ത് അരിപ്പായസം ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് ഗോതമ്പ് പായസം ഇനി. അപ്പോൾ 2 ഇക്കന്മാരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മ പായസമൊക്കെ എങ്ങനെയുണ്ട്? ഔ ഇന്ന് മുഖത്തിൻ്റെ ഒരു തെളിവ്. ഞങ്ങളെ പായസമുള്ള കാര്യം ഇപ്പോഴായിട്ട് അറിയുന്നത്. ഒരു കുട്ടി ഇവിടെ കുടിക്കുന്നുണ്ട്. ഇവിടെ പായസം ഉണ്ട്, ചാ ഉണ്ട്. അപ്പം ഉമ്മ അറിയാം നേരത്തെ എന്തേ പറയാഞ്ഞ്. ഞങ്ങളിവിടെ ഇടയ്ക്ക് വന്നിട്ട് ഇറങ്ങിയില്ലായിരുന്നേ. അപ്പോൾ പിന്നെ ഒരു ഇക്കാൻ്റെ അടുത്ത് നിന്ന് എന്ത് പായസം കുടിച്ചാൽ നമ്മൾ അരിപ്പായസം
കണ്ടു. അപ്പോൾ പിന്നെ ആ ഇക്കാൻ്റെ അടുത്ത് നമ്മളിതാ ഗോതമ്പ് പായസം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മക്ക് ഇന്ന് പെരുന്നാൾ തന്നെ കേട്ടോ. പായസമൊക്കെ കിട്ടി. ഒരു ഗ്ലാസ് അരിപ്പായസം കുടിച്ച് രണ്ടാമത്തെ ഗോതമ്പ് പായസം ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇടയ്ക്ക് നഞ്ഞ് ചെമ്പാറമ്പിൽ തന്നെ ഇരിക്കാറ് കേട്ടോ. ഇവിടുത്തെ നീറ്റ് പോലെ പായസം വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ പോയി ഇരിക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. കുഞ്ഞിനെന്താ വേണ്ടേ? അടിപൊളി അടിപൊളി. ഇനിയും കുടിക്കാൻ തോന്നുന്നുണ്ടോ? 2 ഗ്ലാസ് കുടിച്ച് മന്ദപ്പായിന്. പക്ഷെ ഇനിയും കിട്ടിയാൽ കുടിക്കണം എന്നൊരു തോന്നല്. ഏത് പായസം ഇഷ്ടമായത്? അരിപ്പായസം? അരിപ്പായസവും ഗോതമ്പ് പായസവും ടേസ്റ്റ് ഉണ്ട്. ഒന്നിനൊന്നിക്ക് മെച്ച. അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി സ്കിൻ കെയർ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂട്ടീനൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിച്ചാൽ മതി. എന്തായാലും ഇൻഷാല്ല നമുക്ക് പറ്റുകയാണെങ്കിൽ കൊണ്ടുവരാം. കുറേ പേര് സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ല ഓരോ വീഡിയോസായിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മളിതാ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഈവനിങ് ഇവിടുന്ന് ഇറങ്ങാറ്. അപ്പോൾ ഇന്ന് പായസോടി കിട്ടിയപ്പോൾ ഉഷാറായിട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമ്മൾ വീഡിയോ വരുന്നത് തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഉച്ചയ്ക്ക് എന്നും 12 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമും നിങ്ങളൊന്ന് കയറി നോക്കുക, ഫോളോ ചെയ്യുക. അപ്പോൾ അതിലൊരുപാട് നമ്മൾ റീൽസൊക്കെ എന്നും ഡെയിലി ഇടാറുണ്ട്. അപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഡെയിലി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മഗ്‌രിബ് കൊടുക്കാനായപ്പം വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ലാസ്റ്റ് ഫൈനലി നമ്മളിങ്ങനെ പോകുമ്പോൾ ഐസ് കണ്ടു. ഐസ് വാങ്ങിച്ചിങ്ങനെ പോവുകയാണ്.